സംസ്ഥാനം കൊടുത്ത പട്ടികയിൽ ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെന്നിട്ടുണ്ടാവുക. നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ. ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. നമ്മളിപ്പോ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളല്ല അതില് ക്ഷണിക്കുന്നത്, നല്ല തീരുമാനിക്കുന്നത്. ഇപ്പോ ചില ആളുകള് ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കുന്നെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. നമ്മള് അഭിപ്രായപ്പെടുന്നു, അവിടുന്ന് തീരുമാനമെടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു. ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക. ഇതാണ് അതിന്റെ നടപടിക്രമം. അതാണ് നടന്നിട്ടുള്ളത്. അല്ല, അത് ചിലപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. വാർഷികാഘോഷത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തുനിന്നതാണ്. കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ്. അല്ലെങ്കിൽ നേരത്തെ നടക്കുകയായിരുന്നു. ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് വരില്ലായിരുന്നു. പക്ഷെ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു. അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ടാണ്. ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളേതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി. ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുക. അതാണ് നടക്കുന്നത്. ഞങ്ങളിവിടെ LDF കൺവീനർ TP രാമകൃഷ്ണയോ CPIM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയോ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല. അത് സാധാരണ നിലക്ക് ഞങ്ങൾ ചെയ്യാറില്ല. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത്. പ്രതിപക്ഷ നേതാവിന്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ്. എന്താ സംശയം അതിന്? ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങൾ പോയത്. കാരണം നാടിന്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പദ്ധതി മുടങ്ങിപ്പോകുന്ന സ്ഥിതി വരും. അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെന്റ് പ്രാമുഖ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല. അതാ നിങ്ങളെ പ്രശ്നം. അല്ല, അത് ആഗ്രഹമില്ലേ? പല ആഗ്രഹങ്ങളുണ്ടാകും. അതിന് തന്നെ ഞാനിപ്പോ പ്രതികരിക്കുന്നു.